ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കടല വെച്ചിട്ടൊരു അടിപൊളി സ്നാക്കിൻ്റെയാണ്. അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ റേഷൻ കടയിൽ നിന്ന് അത്യാവശ്യം കിറ്റിൽ കടലൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ കടല വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 6-7 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള ഈ ഒരു കടല ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും. എന്നാൽ തീരെ അരയാതിരിക്കുകയും ചെയ്യരുത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ടിതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ നേരത്തെ പച്ചമുളക് ചേർത്ത് കൊടുത്തതാണ്. എന്നാലും എല്ലാ ഭാഗത്തേക്കും എരിവൊക്കെ കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കടലമാവാണ്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലപ്പൊടിക്ക് പകരമായിട്ട് മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു പിഞ്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കൂടി പോവരുത്, ഒരു പിഞ്ച് മാത്രം മതിയാവും. ഇനി ഇവയെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എല്ലാ മിക്സും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ ഏകദേശം ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഇതുപോലെ പരത്തിയിട്ടാവുമ്പോൾ ഒന്നും കൂടെ പെട്ടെന്ന് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാതും ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലും കൂടെ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉൾഭാഗം പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ കടല കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതായത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇതുപോലെ പരത്തിയെടുക്കുന്ന സമയത്ത് ഭയങ്കര കട്ടിക്ക് പരത്തിയെടുക്കാതിരുന്നാൽ മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മാറി വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.